ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്: നന്നായി വാഷ് ചെയ്ത ചെമ്മീൻ, സവാള, കറിവേപ്പില, പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി യോജിപ്പിക്കണം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, എന്നാലും ഓൾമോസ്റ്റ് പകുതി കൂടുതൽ വഴരണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റെതായ കുറവുകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും. കൂട്ടുകാരെല്ലാവരും അതൊക്കെ ക്ഷമിച്ച് എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴണ്ട് പോകണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കരിച്ച് കളയരുത്. നന്നായിട്ട് ഇളക്കി നന്നായിട്ടതൊന്ന് അതിൻ്റെ ആ മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ഒന്ന് കുറച്ച് വെന്ത് വരണം. ഇതിൽ കുറച്ച് വാളൻപുളി ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ വാളൻപുളിയുടെ കാര്യം ആദ്യം പറയാൻ മറന്നുപോയിരുന്നു. വാളൻപുളി ചേർക്കുക. അതല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താലും മതി. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്